ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറുപയർ കൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കപ്പ് ചെറുപയർ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ടേസ്റ്റി പലഹാരം ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എപ്പോഴും ഈസി റെസിപ്പീസ് തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ രാവിലെ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഒരു കപ്പ് ചെറുപയറാണ്. ഇപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്, വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തിയെടുക്കണം. ഞാനിതാ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തിയതിന് ശേഷം ഇതിനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് അരയരുത്, ചെറുപയറല്ല ഒന്ന് ചതഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടൂ. മിക്സിയുടെ റിവേഴ്സ് ബട്ടണിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ ജാറിലായതുകൊണ്ട് ഞാൻ കുറേശ്ശെ പൾസ് ചെയ്തെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫുഡ് പ്രോസസ്സറിലാണെങ്കിൽ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം, വളരെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. ഇതും കൂടി നമ്മൾ ചെറുപയർ ചതച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. മിക്സിയിലിടുമ്പോൾ സവാള ഒരുപാട് അരഞ്ഞു പോയാൽ സവാളയിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതും കൂടി നമുക്ക് ചെറുപയർ ചതച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചതക്കുന്ന കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാം. എനിക്ക് മല്ലിയിലയുടെ ഇഞ്ചിൻ്റെയും ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പകുതി മാവ് ഈ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ബാക്കി പകുതി ഞാൻ ഓവൽ ഷേപ്പിലാണ് ഉരുട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. സത്യത്തിൽ ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടായ എണ്ണയിലേക്ക് നേരെ നുള്ളിയിട്ട് കൊടുത്താലും മതി. ഇനി ഇത് നമ്മൾ ചൂടായ എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിനിടയിൽ കയ്യിൽ മാവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല സത്യത്തിൽ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടതെങ്കിലും ഞാനൊരു പരന്ന പാനാണ് വെച്ചതെന്നുള്ളതുകൊണ്ട് എണ്ണയിൽ മുഴുവനായിട്ട് മുങ്ങി കിടക്കുന്നില്ല ഈ ഉരുളകൾ. അപ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ ഭാഗവും കളർ മാറുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ബാച്ചൊക്കെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഷേപ്പിലൊന്ന് വ്യത്യാസം വരുത്തുന്നുണ്ട്. കാരണം എണ്ണയിൽ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പരന്ന പാൻ ആയതുകൊണ്ടാണ്. ഒന്ന് പരത്തിയിട്ടാണ് ഞാൻ അടുത്ത ബാച്ച് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നുള്ളി ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ബാച്ച് ഇതാ ഇങ്ങനെയാണുള്ളത് കേട്ടോ. ഇനി അടുത്ത ബാച്ച് ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലേക്ക്. ഈ ചെറുപയർ എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഭക്ഷണത്തിൽ ചെറുപയർ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ചെറുപയർ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി പായസത്തിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചെറുപയർ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് ഹെൽത്തി ഫുഡ് തന്നെ കഴിപ്പിക്കണം. ഇതിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഒട്ടും എണ്ണ കുടിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. 4 മണി ചായക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണിതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി റെസിപ്പീസ് മാത്രം പോസ്റ്റ് ചെയ്യുന്ന ചാനലായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ബാച്ചും കൂടി ഇതാ ഇട്ട് കൊടുത്തു. 1 കപ്പ് ചെറുപയർ കൊണ്ടാണ് കേട്ടോ ഇത്ര അധികം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് മെമ്പേഴ്സുള്ള ഫാമിലി ആണെങ്കിൽ ഒരു 1/2 കപ്പ് ചെറുപയർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെറിയ പക്കോഡാസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 20-25 എണ്ണമൊക്കെ ഉണ്ടാകും. ഞാൻ കൃത്യമായിട്ട് എണ്ണ നോക്കിയിട്ടില്ല കേട്ടോ. ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്.
സോസിൽ മുക്കി കഴിക്കാം, അല്ലെങ്കിൽ ചട്നി കുത്തിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.